ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാതെ തോന്നാൻ ചാൻസ് ഉള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ എക്സാമിന് എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിലും അതിൽ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ ഉണ്ടായെന്ന് വരില്ല ആൾക്കാർ. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞിട്ട് പോയേക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, വീഡിയോയിലായിട്ടായാലും പേഴ്സണലായിട്ടായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പണ്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിൽ 1 എന്നെഴുതിയിട്ട് എന്താണ് ഓപ്ഷൻ അതെഴുതും, 2 എന്നെഴുതിയിട്ട് അടുത്ത ഓപ്ഷൻ എഴുതും. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഞാൻ എഴുതിയിരുന്നത്. എന്നാൽ അവസാനമായപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും ഒന്നാമത് കുറച്ചൊക്കെ വലിയ അറിവൊന്നും ഉണ്ടായിട്ടല്ല എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിലറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ നമ്പർ മാറി മാർക്ക് ചെയ്ത് തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യുന്നത്, പക്ഷേ ആ ഒരു ടൈമിൽ എന്തോ കയറി വന്നിട്ട് ഞാൻ എന്താണോ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കില്ല മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞൊരു സംഭവമാണ്, നമ്മൾ OMR പ്രാക്ടീസ്. അത് ശരിക്കും വളരെ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യേ അതെന്തോന്നു, നമ്മളൊരു പേപ്പർ മേടിച്ചിട്ട് അങ്ങ് എഴുതിയാൽ പോരാ, അല്ലെങ്കിൽ അത്രയും ശ്രദ്ധിച്ചങ്ങിരുന്ന് എഴുതിയാൽ പോരാ. അങ്ങനെയല്ല. ആ OMR പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പുള്ളി ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു OMR നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ തന്നെ OMR തന്നെ ഒന്ന് എടുത്തിട്ട് ഞാൻ അതിൻ്റെ സെറോക്സ് എടുത്തിട്ട് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ MCQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങി. ഞാനത് പ്രോപ്പറായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേന് എനിക്കൊരു പരിധി വരെ എങ്കിലും ഞാൻ മണ്ടത്തരവ് കാണിക്കാറുണ്ട്, എങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എത്ര പേര് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അത് ചെയ്യണമെന്നൊന്നും പറഞ്ഞുതരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ മോക്ക് ടെസ്റ്റ് എന്തായിരുന്നാലും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇപ്പോൾ എന്തായിരുന്നാലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു പേപ്പറിൽ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ട്രൂ എക്സാം എന്നുള്ള ബേസിസിൽ നിങ്ങൾക്കത് അറ്റംപ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ സീരിയസ്നെസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സാം ഹാളിൽ ചെന്ന് കാണിക്കുന്ന OMR മണ്ടത്തരങ്ങൾ ഒഴിവാക്കാനും പറ്റും, എന്നെപ്പോലെ. അപ്പോൾ അതാണ് ഒരു കാര്യം എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഇനി അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു OMR ഷീറ്റ് എടുക്കുക. അത് നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്താൽ നമുക്കൊരു OMR ഷീറ്റ്, ഒരു മോഡൽ കിട്ടും. അതിൻ്റെ തന്നെ ഒരു സെറോക്സ് ഇങ്ങനെ ഒരു 10 എണ്ണം എടുത്താൽ മതി. നമുക്കിപ്പോൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊന്നും നമ്മൾക്ക് ചെയ്യാൻ സമയമില്ലല്ലോ. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 5 or 6 മാക്സിമം ഒരു 10 എണ്ണം എടുക്കുക, സെറോക്സ് എടുത്താൽ മതി. അപ്പോൾ സെറോക്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമല്ലോ, ആ മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ നിങ്ങൾ ആൻസർ നിങ്ങൾ ഈ OMR ഷീറ്റിൽ മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ. അപ്പോൾ സോ ദാറ്റ് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമ്മൾ പല കുട്ടികളും പറയുന്ന കാര്യമാണ്, ചിലപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അതിന് കറക്റ്റായിട്ട് അറിയുണ്ടാവും, പക്ഷേ മാർക്ക് ചെയ്ത 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ OMR ബബിളിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ മാർക്ക് കളഞ്ഞിട്ട് മറ്റുള്ളവർക്ക് റാങ്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച 4 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും നിങ്ങൾ ഒറ്റയടിക്ക് ഒരു മാർക്ക് ചെയ്തതിന് കളഞ്ഞു കുടിക്കാൻ പോകുന്നത്. സോ അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് തോന്നിയ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയുകയാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെ OMR ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ശരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡെന്ന് പറയുന്നത്, ഇപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ വന്നു, 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നോക്കുന്നു, അതിൽ OMRൽ ഞാൻ 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ അത് അപ്പം തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 2ാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയാമെങ്കിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണോ അത് ഞാൻ അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ വൈസ് OMR മാർക്ക് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യൻ OMRൽ മാർക്ക് ചെയ്യും. അങ്ങനെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കി ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്ഷനുമായിട്ട് ചെയ്യാം. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴത്തേനും ഒക്കെ ഞാൻ ഇനി എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് OMR ഫില്ല് ചെയ്യുക, ആ പരിപാടി ഇവിടെ നടക്കില്ല. അത് നടക്കില്ല എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ അറിയുണ്ടാവും, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സീറ്റ് കിട്ടും എന്നുള്ളൊരു ഉറപ്പിലൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് അത്ര ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം എടുത്ത് ഓരോന്ന് ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ എല്ലാം OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുന്നില്ല, പകരം നിങ്ങൾ ആൻസർ എല്ലാം കൂടെ ഒരുമിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു ടിക്ക് ഇട്ട് വയ്ക്കുവാണെങ്കിൽ
അവസാനത്തെ സമയത്ത് നമുക്ക് ഈ പറയുന്ന സമയം കുറഞ്ഞല്ലേ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ടെൻഷൻ വരും. അതെന്തുകൊണ്ട് ടെൻഷൻ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറിയാം, പക്ഷേ ഇത് ഇപ്പുറത്തോട്ടൊന്ന് പകർത്തണം. പക്ഷേ അതിന് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ വരും, കാരണം നമുക്ക് വേഗം പകർത്തി തീരണ്ടേ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ OMR മാർക്ക് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു, നാലാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാരണം നിങ്ങളത് വിട്ടേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങളിപ്പോൾ A എന്നാണ് ഓപ്ഷൻ വിചാരിക്കട്ടെ. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ A എന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ശ്രദ്ധിക്കാതെ, ശരിക്കും ഇത് സംഭവിക്കുന്നതാണ്, ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയില്ല, ശരിക്കും സംഭവിക്കുന്നതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിട്ടിരിക്കുകയല്ലേ, അവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്യും നമ്മൾ ശ്രദ്ധിക്കാതെ. അതൊന്ന് ബബിൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അയ്യോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ, നമുക്കപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അറിയത്തില്ല, നമ്മൾ വിടാൻ പോയ സംഭവം. എന്നാൽ ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി അത് A എന്ന് മാർക്കും ചെയ്തു. അപ്പോൾ നമുക്ക് 4-5 മാർക്ക് അവിടെ പിന്നെ നഷ്ടമായില്ലേ. നമുക്ക് എത്ര റാങ്ക് ഒറ്റയടിക്ക് പുറകിലോട്ട് പോകുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നില്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്ഷനായിട്ട് മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് അതിൽ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ട് 10 ക്വസ്റ്റ്യൻ എടുത്ത് OMR ഫില്ല് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്ഷനായിട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഒരുമിച്ച് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ തന്നെ എടുത്ത് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പുറത്തോട്ട് പകർത്താൻ നിൽക്കരുത്. മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അതൊരു കാര്യം. പിന്നെ എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ നമ്മുടെ ഡെയിലി ഹണ്ട് ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ പറയാറില്ല, അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുമ്പോഴത്തേനും ചിലപ്പോൾ ഞാൻ നോട്ട് എ ഫീച്ചർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഞാൻ കൊടുക്കുന്നത്, അതിൽ നോട്ട് എ ഫീച്ചർ ഓഫ് അല്ലെങ്കിൽ ഫീച്ചർ ഓഫ് എന്ന് പറഞ്ഞിട്ട് അവരെ കുഴപ്പിക്കാനുള്ള രീതിയിലായിരിക്കും ഞാൻ മിക്കവാറും എപ്പോഴും ചോദിക്കാറുള്ളത്. അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് എഴുതിയിടാറുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യുക, പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ട് നമുക്ക് അറിയാവുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്തെങ്കിലും ഒരു ടോപ്പിക് ആയിക്കോട്ടെ, ബയോളജി, ഫിസിക്സ്, ഏത് ആയിക്കോട്ടെ, നമുക്ക് അറിയാവുന്നുള്ളൊരു സംഭവമായിരിക്കും. ബയോളജിക്കാണ് കൂടുതൽ അങ്ങനത്തെ ഒരു മണ്ടത്തരം വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഓക്കെ, മാർക്ക് ദ കറക്റ്റ് ഫീച്ചർ, മാർക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ജിംനോസ്പേം എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജിംനോസ്പേമിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ജിംനോസ്പേമിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ദ ഇൻകറക്റ്റ് എന്നുള്ളൊരു വാക്ക് കാണുന്നുണ്ടാവില്ല. കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇൻകറക്റ്റ് ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ 2 തവണ ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒരു തവണയും കൂടെ കറക്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, സമയവും ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഞാൻ ഇപ്പോൾ ഇതിൽ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് പരിചയമുള്ളൊരു സംഭവം കാണുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് എടുത്ത് ഇത് നമുക്കറിയാമെന്നുള്ള സംഭവമല്ലേ, അന്ന് നമുക്കൊരു തോന്നൽ വരും. ഇത് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് PGയുടെ ഒരു എക്സാം നടക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇതിപ്പോൾ പറയേണ്ട സ്ഥലമല്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഒരു കഥയാണത്. ഞാൻ നമ്മുടെ PGയുടെ UGയുടെ എക്സാം നടക്കുന്ന സമയത്ത്, UGയുടെ ഫൈനൽ ഇയർ എക്സാം നടക്കുന്ന സമയത്ത്, യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നമ്മുടെ വൈവയുണ്ട്. വൈവ നിങ്ങൾക്കറിയാമല്ലോ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പ്രാക്ടിക്കൽ എക്സാമിൽ നമുക്ക് നമ്മുടെ അനലൈസ് ചെയ്യും അവർ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചത്, ഒരു സർജറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏത് സർജറിയാണോ തരുന്നത്, ഏത് പ്രൊസീജിയറാണോ തരുന്നത്, ആ ഒരു പ്രൊസീജിയറിന് ആ സാർ എന്താണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിന് നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ഒരു 2-3 സർജറിയൊക്കെ പ്രോപ്പറായിട്ട് അറിയാമെന്നുള്ള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അപ്പൻഡിസെക്ടമി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പൻഡിക്സ് എടുത്ത് കളയുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും. അപ്പം എനിക്ക് അത് അത്യാവശ്യം നന്നായിട്ട് അറിയായിരുന്നു. അപ്പം നമുക്ക് എന്താ വെച്ചതെന്ന് വെച്ചാൽ, ആ സാറ് സാധാരണ എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഈ സാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുറേ ലോട്ട് ഇട്ടിട്ട് അതിനകത്ത് ഓരോ സർജറിയുടെ പേര് എഴുതിയിട്ടുണ്ട്, നമ്മൾ പോയിട്ട് അതിലൊരു ലോട്ട് എടുക്കണം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് അത്രയും ലോട്ടിൽ ഒരു ലോട്ട് ഞാൻ എടുത്തപ്പോഴത്തേനും ഞാൻ എൻ്റെ അടുത്ത് തുറന്നു നോക്കി വായിക്കാൻ പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ അപ്പൻഡിസെക്ടമി. ഞാൻ വിചാരിച്ചു മോനെ അടിച്ച് എന്ന് വിചാരിച്ചു. അപ്പം കാരണം എനിക്കറിയാമെന്നുള്ള അതാണ്, നന്നായിട്ടറിയാം. അപ്പോൾ സാർ എന്നിട്ട് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചോളൂ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം പുള്ളി ചോദിച്ചാണ്, ഒരു ആർട്ടറി
അപ്പോൾ ഞാൻ ഓക്കെ ആട്രി എൻ്റെ മനസ്സിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആട്രി. ശരി, എൻ്റെ മനസ്സിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ സാറ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംഭവം പോകണം. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ആട്രി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ന ആട്രിയാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ആ സാറ് ചോദിക്കുന്നത് ആ ആട്രിയുടെ എനിക്ക് ചിരി വരുന്നു. ആ ആട്രിക്ക് വേറൊരു പേരുണ്ട്. ആ ആട്രിയുടെ ആ വേറൊരു പേര് അത് ചെയ്ത ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്തോന്നു അങ്ങനെയായിരുന്നു ചോദ്യം വന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ മറ്റേ എനിക്കറിയാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ കേട്ടപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേര് അടിപൊളി അങ്ങനെയായിരുന്നു. അവരൊറ്റ ക്വസ്റ്റ്യനെ അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയുള്ളെന്നും പറഞ്ഞു. എനിക്കറിയണ്ടേ, ആട്രിയുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. പുള്ളിക്കത് പോരാ, പുള്ളിക്ക് ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് തന്നെ വേണം. അങ്ങനെയായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. പുള്ളി എന്നെ ചീത്തയും പറഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി പോരുകയും ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാനൊന്നുമില്ല. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കാര്യമാണ്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന വേറെ ചെറിയൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു ചെറിയ കാര്യമാണ്. എന്താണെന്ന് ഞാൻ പറയട്ടെ. നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും ആ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ അവർ തരുന്ന ഓപ്ഷനിലോട്ട് നോക്കാൻ പാടില്ല. പകരം നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു ആൻസർ ഉണ്ടാവണം. ഓക്കെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞായിരുന്നു ഒരു ആട്രിയുടെ പേര് പറയണം. അപ്പം എൻ്റെ മനസ്സിൽ കൂടെ ഒരു ആട്രി പോയി, അതിൻ്റെ പേര് എൻ്റെ മനസ്സിൽ കൂടെ പോയി എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ്ടായിരുന്നു അല്ലേ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പം ഫ്രൂട്ട് റൈപ്പനിങ് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ എന്താണ്? ഇത് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ആൻസർ അറിയാം. അതുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ അല്ല നോക്കേണ്ടത്. ആദ്യം നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ആൻസർ നോക്കുക, ആൻസർ ചിന്തിച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത്. എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അവോയ്ഡ് കൺഫ്യൂഷൻ. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങളത് നോക്കും. നിങ്ങൾ ഡയറക്റ്റ് ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. അയ്യോ ഈ ഓപ്ഷനാണോ എങ്കിൽ നിങ്ങൾ അതിന് പകരം നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ചു, നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടി എന്നിട്ടാണ് നിങ്ങൾ ഈ ഓപ്ഷനിലോട്ട് നോക്കുന്നതെങ്കിൽ ഒരു പരിധി വരെ മിക്കവാർക്കും എല്ലാവർക്കും അത് ശരിയാകാനാണ് ചാൻസ് കൂടുതലുള്ളത്. സോ ആ ഒരു പോയിന്റിനാണ് ഞാൻ ഈ ഒരു കഥയും കൂടി പറഞ്ഞത്. റിയലായിട്ട് നടന്ന കഥയാണ്. ഇങ്ങനെയുള്ള പല കഥകളും എനിക്കുണ്ട്. ഞാനതൊക്കെ പോകെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കഥ പറയേണ്ട സമയമല്ലല്ലോ. ഓക്കെ, ഇത്രയും നേരം കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ കറണ്ട് വന്നു, ഫാൻ ഓണായി, അതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ക്രാഷ് കോഴ്സ് കൂടെ ഉണ്ട്. ബയോളജിയുടെ 24 hour റിവിഷൻ കോഴ്സാണ്. 24 hours കൊണ്ട് നിങ്ങൾക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി 10 ദിവസമാണുള്ളത്. ആ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം റിവിഷൻ നടത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ആയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വെച്ച് വൈകിക്കരുത്, ക്ലാസ്സിന് ജോയിൻ ചെയ്യും. ഇപ്പോൾ വലിയൊരു ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യേണ്ട ഒരു ക്ലാസ് ഒന്നുമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെ പഠിക്കണമെന്നുള്ള കാര്യങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് 320+ ഒറ്റയടിക്ക് സ്കോർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിമോണിക്സുകളും മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നലുണ്ടാവും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും പഠിക്കാതെ എങ്ങനെയാണ് പോയി ചെന്ന് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ മാറ്റിയേക്കുക. നിങ്ങളെ പോലത്തെ ഒരു ലെവലിൽ കൂടെ കടന്നു പോയ ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ ഒന്നും അറിഞ്ഞാത്തൊരു കുട്ടിക്കും എങ്ങനെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും അതിനൊരു താല്പര്യം എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക, യുവർ ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നീറ്റ് ക്രാഷ് 2023 എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പ്രിവ്യൂ ക്ലാസ്സസ് കാണാൻ പറ്റും. നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.